നമ്മൾ ഈ ബഡ്ജറ്റിനെ പറ്റി ഇതൊക്കെ പറ്റി സംസാരിക്കുമ്പോൾ ഈ അതുപോലെ ധനകാര്യ കണക്കുകളൊക്കെ പറ്റി പറയുമ്പോൾ നമ്മുടെ ജനങ്ങളുടെ സ്ഥിതി എന്താണ്? അല്ലെങ്കിൽ ഈ ബഡ്ജറ്റും നമ്മുടെ ഈ നടപടികളും ഈ ഭരണത്തിൻ്റെ എല്ലാം ഉദ്ദേശം എന്താണ്? സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ അവർക്കൊരു മെച്ചമായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചമാക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് പ്രസിദ്ധീകരിച്ച സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ട്. ഞാൻ ഇവിടെ ഇന്ത്യൻ ഡേറ്റ എടുക്കുന്നില്ല. അതിൽ ഇന്ത്യയെ പറ്റി പറഞ്ഞിരിക്കുന്ന 1-2 കണക്കുകൾ കാണാം. അതായത് നമ്മുടെ നാട്ടിലെ പിന്നീട് തൊഴിലില്ലായ്മ നിരക്ക് 15 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ തൊഴിലില്ലായ്മ നിരക്ക് 7.7% 2021. അത് വളരെ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ നിരക്ക് വളരെ ഉയർന്നതാണ്. വേറൊരു കണക്കെടുക്കൂ. നമ്മുടെ രാജ്യത്തെ പോപ്പുലേഷൻ യൂസിങ് ഇൻ്റർനെറ്റ് 43% ആളുകൾ മാത്രമേ ഇൻ്റർനെറ്റ് എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ വേറൊരു കണക്കെടുക്കൂ. നമ്മുടെ നാട്ടിലുള്ള ഈ പട്ടണങ്ങളിൽ താമസിക്കുന്ന, അവിടെ സ്ലമ്മിൽ താമസിക്കുന്ന ആളുകളുടെ ശതമാനം എത്രയാണെന്ന് അറിയാം? 49%. ഇന്ത്യയിലുള്ള പട്ടണങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളിലെ 49%, അതായത് പകുതിയോളം ജനങ്ങൾ സ്ലമ്മിലാണ് താമസിക്കുന്നു എന്നുള്ളതാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടിൽ ഇന്ത്യയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്താണ് കാണിക്കുന്നത്? അപ്പോൾ നമ്മുടെ നാട്ടിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ദരിദ്രരാണ്, വളരെ മോശമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർ ഈ സിറ്റുവേഷനെ ഇത് അഡ്രസ്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ തന്നെ വേറൊരു കണക്കെടുക്കൂ. പോപ്പുലേഷൻ യൂസിങ് അറ്റ്ലീസ്റ്റ് ബേസിക് സാനിറ്റേഷൻ സർവീസസ് ഉപയോഗിക്കുന്ന എത്ര ശതമാനം ആളുകളുണ്ട്? 71% ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ താമസിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ വളരെ മോശമായ ജീവിത സാഹചര്യത്തിൽ താമസിക്കുന്നു. അവരുടെ മാത്രം എഫർട്ട് കൊണ്ട് അവർക്ക് മുന്നോട്ട് വരാൻ കഴിയില്ല. അതിന് പബ്ലിക് സ്പെൻഡിങ് വേണം, പബ്ലിക് സർവീസസ് വലിയ വ്യത്യാസം വരുത്തണം, നഗരങ്ങളിലുള്ള സർവീസസൊക്കെ ഒരുപാട് മെച്ചപ്പെടുത്തണം. അതിനെന്തുണ്ട്? ഇമാതിരിയുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഈ ബഡ്ജറ്റിൽ എന്തുണ്ട്? അതിനെപ്പറ്റി ഈ ബഡ്ജറ്റിൽ എന്തെങ്കിലും പറഞ്ഞു? അല്ലെങ്കിൽ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? അപ്പോൾ ഇതാണ് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് എടുക്കുന്നത്. സാധാരണ ജനങ്ങളുടെ, അല്ലെങ്കിൽ വളരെ മോശമായിട്ട് ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ എന്തുണ്ട്? അപ്പോൾ അതിലേക്ക് പോയോ? അതിലേക്ക് കാര്യമായിട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് വളരുന്നു എന്ന് മാത്രം പറയുന്നു. അത് ശരിയാണ്. അതായത് നമ്മുടെ ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ അനുവർത്തിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു സാമ്പത്തിക നയങ്ങൾ നമ്മൾ അനുവർത്തിക്കുന്നു. വലിയ തോതിലുള്ള ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു, നമ്മൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു. അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ആ ലൈനിൽ നമ്മൾ വിജയിക്കുന്നു. പക്ഷേ ഈ ലൈനിൽ അവിടെ നമ്മൾ വിജയിക്കുമ്പോൾ ഈ ലൈനിൽ, അതായത് സാധാരണ ജനങ്ങളുടെയും ദരിദ്ര ജനവിഭാഗങ്ങളുടെയും മോശമായിട്ടുള്ള ജീവിത നിലവാരമുള്ള വലിയ വിഭാഗം ജനങ്ങളുടെ കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, പലതും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കാര്യമായിട്ട് അവരുടെ നിലവാരത്തിലൊരു വ്യത്യാസം വരുത്താനായിട്ടുള്ള ഒരു നടപടികളും ഇല്ല.